നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം, അതൊന്ന് കേട്ടു പോകും. ഞാൻ പറയുന്നത് ഈ രാജ്യത്തെ നശിപ്പിച്ചതിൽ ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് മുസൽമാനാണ്. കടിച്ചൊക്കെ പറയാം, പിന്നെ കുഴപ്പം മുസൽമാനാണ്. അങ്ങയുടെ വാപ്പ മോത്തിലാൽ നെഹ്റു മുസ്ലിം എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. മോത്തിലാലിൻ്റെ വാപ്പ മുസ്ലിമാണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ദൈവവിശ്വാസം ഇല്ലെന്ന് പറഞ്ഞ് കളിപ്പിൽ വെച്ച് മനുഷ്യടക്കാം. പുള്ളി പെരയ്ക്കാത്തല്ലേ പെരയ്ക്കാത്ത 5 പേര് നിൽക്കരിക്കും, മനസ്സിലായോ? പുള്ളി എന്നിട്ട് ദൈവവിശ്വാസം ഇല്ലെന്ന് നടക്കുക. പുള്ളി മോത്തിലാൽ നെഹ്റു മുസ്ലിമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ടോ? അങ്ങനെ മുസ്ലിം അല്ലേ ഇപ്പം നെഹ്റു? ഇത് കേരളത്തിലെ ഒരു ഏറ്റവും വലിയ തീട്ടം എന്ന് വേണേൽ പറയാം. തീട്ടത്തിനേക്കായി അപ്പുറത്ത് വല്ലതുണ്ടെങ്കിൽ അതാണ് അയാൾക്ക് ചേരുക. എന്താണ് ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിൻ്റെ പിതാവ് എല്ലാം മുസ്ലിമായിരുന്നു, നിസ്കരിക്കുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. മുസ്ലിം ആയിക്കോട്ടെ, നിസ്കരിച്ചോട്ടെ, മറ്റു മതസ്ഥരായിക്കോട്ടെ, അവർ പള്ളിയിൽ പോട്ടെ, അമ്പലത്തിൽ പോട്ടെ, ചർച്ചിൽ പോട്ടെ, അതിന് ഇവനെന്ത് വേണം? ഇവനെപ്പോലുള്ള ഒരു വിഡ്ഢിയെ വെച്ചിട്ട് ഈ പത്രമാധ്യമങ്ങൾ ഇങ്ങനെ ഡിബേറ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെയല്ലേ നമ്മൾ ഏറ്റവും വലിയ വിഡ്ഢികളായിട്ട് പറയേണ്ടത്? ഇതിനൊക്കെ എന്താ പറയുക? നിങ്ങൾ മാധ്യമങ്ങൾ കുറച്ചൊക്കെ വിവരബോധമൊക്കെ ഉള്ളവരല്ലേ? ഇവനെയൊക്കെ വിളിച്ച് ഡിബേറ്റ് എടുത്തിട്ട് ഇങ്ങനെ തോന്നിവാസം പറയുന്നതിന് നിങ്ങളത് പിന്നെ ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും എത്തിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ടോ? ഇവിടെ രാജ്യം നേരിടുന്ന, കേരളം നേരിടുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അതൊന്നും ചെയ്യാതെ ഇവനെ പോലുള്ള ഈ ബഹുമാനപ്പെട്ട MP രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ മാതിരി ഇവനൊക്കെ വേശിയെന്ന് പോട്ടെ, അവർക്ക് തന്നെ ഒരു നാണമായിപ്പോവും ഇവനെയൊക്കെ ഇങ്ങനെ വിളിക്കുന്നത്. എന്തോ ഒരു തെമ്മാടിത്തരയി പറയുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രതിഭ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇന്ത്യ ഉണ്ടാക്കിയ, ഇന്ത്യയെ വിലയ്ക്ക് വാങ്ങാൻ പ്രാപ്തിയുള്ള ലോക ജനത അംഗീകരിക്കുന്ന നെഹ്റുവിനൊക്കെ ഇങ്ങനെ ആക്ഷേപിക്കുക എന്ന് പറയുമ്പോൾ ഇവനൊക്കെ കേസെടുത്ത് അകത്ത് കണ്ട ടൈം കഴിഞ്ഞില്ലേ? എന്താണ് നമ്മുടെ സർക്കാർ ഇങ്ങനെ ചെയ്യുന്നത്? എന്താണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഇയാളുടെ പുറയിലിങ്ങനെ നടക്കുന്നത്? ഇതൊന്നും ശരിയുള്ള കേസായിട്ടല്ല. നിങ്ങൾ കുറേയൊക്കെ നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ എന്താണെന്നും അത് പഠിക്കാൻ വേണ്ടി നിങ്ങൾ മാധ്യമങ്ങൾ തുനിഞ്ഞിറങ്ങണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവനെ പോലുള്ള തമ്മാടി കൂട്ടങ്ങളുടെ പുറകെ നടന്ന് നിങ്ങളുടെ സമയം കളയരുതെന്ന് ദയവ് ചെയ്ത് അഭ്യർത്ഥിക്കും. ഏതൊരു അച്ചടി മാധ്യമമായാലും ഏതൊരു ദൃശ്യമാധ്യമമായാലും നിങ്ങൾ നിങ്ങളുടെ കടമ നിറവേറ്റാൻ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഉണ്ട്. കേരളത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടുന്നതും നിങ്ങൾ ഓരോരുത്തരെ ഡിബേറ്റ് എടുക്കേണ്ടതൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട്. അതൊന്നും ചെയ്യാതെ ഈ തീട്ടത്തിൻ്റെ പുറകെ നടന്ന് നിങ്ങൾ അതിൻ്റെയൊക്കെ ചോദ്യം ചോദിച്ച് നാറാൻ നിൽക്കാതെ നിങ്ങൾ മാധ്യമങ്ങൾ നിങ്ങളുടെ കർമ്മ നിറവേറ്റു. എൻ്റെ പൊന്നു സഹോദരന്മാരെ, ഏഷ്യാനെറ്റ്, എൻ്റെ മാതൃഭൂമി എന്ന് വേണ്ട ഏത് ചാനലും, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ചാനലുകാരെ? ഇയാൾ മനുഷ്യൻ അംഗീകരിക്കാത്ത ഇവനെയൊക്കെ പിടിച്ച് മക്കിന് മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഡിബേറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ നാണമില്ലേ നിങ്ങൾക്ക്? ഈ നാണം കെട്ടവൻ്റെ ഡിബേറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ എന്തോ ചെയ്യാന്, എന്താ പറയേണ്ടതെന്നോ ചരിത്രം എന്താണെന്നോ ഒരു വിവരമില്ലാതെ ബോധമില്ലാതെ അന്നേരം കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന ഇവൻ്റെ പുറകെ നടക്കുന്നതിനേക്കാൾ നല്ലത് വേറെ വല്ല പണിക്ക് പോയിക്കൂടെ? ശരി, ഓക്കെ.